നമ്മളോട് ഇങ്ങനത്തെ ഒരു കഥ പറയുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു സംശയം, ചിലരൊന്നും ഇല്ല ഞാൻ അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സോനയുടെ ഒരു ബോൾഡ്നെസ് ആണ് ഞാൻ അതിൽ കാണുന്നത്. ബോൾഡ്നെസ് ഇപ്പം നരനിലും അതെ അതെ നരനിലെ ബോൾഡ്നെസ് അത് ആദ്യമായിട്ട്, കാരണം ഞാൻ എൻ്റെ വളരെ സെറ്റിലിറ്റി ഉള്ള ക്യാരക്ടേഴ്സ് മാത്രം ചെയ്യുന്നത്, വളരെ സെറ്റിലായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ മാത്രം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പക്ക ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്യാരക്ടർ എന്നിൽ ഒരു നിക്ഷിപ്തമാവുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ ആദ്യം ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു, ഞാനിത് എന്നെ കളിയാക്കുന്നതാണോ, നമ്മൾ സോ കോൾഡ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ മൂവീസ് കാണുമ്പോൾ പൊതുവെ കുനിയുമ്പം സാരി താഴേക്ക് വീഴുക, ഒരുപാട് എക്സ്പോസിങ് ലെവൽ ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ക്യാരക്ടേഴ്സാണ് നമ്മൾ കാണുന്നത് ശരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ അങ്ങനെയാണോ, എന്നെ അങ്ങനെ ചിത്രീകരിക്കുന്നു, എന്നെ അങ്ങനെയാണോ ഇവരൊക്കെ ചിന്തിച്ചിട്ടുള്ളത് എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഡൗട്ട്. പിന്നെ ജോഷി എന്ന് പറയുന്ന ഒരു മഹാനായ സംവിധായകൻ, എൻ്റെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരിക്കലും മോശമാവില്ല എന്നുള്ളത്, അത് നമ്മുടെ ഒരു നടി എന്നുള്ളൊരു നിലയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ആത്മവിശ്വാസമാണത്. അതിനകത്ത് ഒരുപാട് ഇപ്പോഴും നരനിലെ കഥാപാത്രം എന്താ പറയുക, മുള്ളംകുള്ളി വേലായുധനും കുന്നുമേൽ ശാന്തയും ഇഞ്ചോടിഞ്ച് പോരാടിയ ഒരു സിനിമയാണ്. പക്ഷെ എവിടെയോ കുന്നുമേൽ ശാന്തയുടെ ഒരു എന്താ പറയണ്ടേ ഊർജം എന്നൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി സിനിമയിൽ. അത് സിനിമയുടെ പിന്നിലുള്ള ഇതായിരിക്കാം, എനിക്കെന്താണെന്ന് അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഇപ്പോഴും എൻ്റെ ജനങ്ങൾ ഇല്ലെങ്കിൽ ഒരുപാട് പേര് നരനിൽ എന്താ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമ അതിനകത്ത് ഒരുപാട് ഒരു നല്ല എൻ്റെ പെർഫോമൻസിനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു 3-4 സീൻസ് എഡിറ്റഡ് ആയി പോയി. അതുകൊണ്ട് എന്നിലെ കലാകാരിക്ക് എനിക്കിപ്പോഴും നരൻ സങ്കടം തന്നെയാണ്. മനസ്സിലായില്ലേ? അതെനിക്കിപ്പോഴും സങ്കടമാണ്. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഇപ്പോൾ തന്നെ ഒരുപാട് വർഷമായി നരൻ ഇറങ്ങിയിട്ട്, ഇപ്പോഴും ഓരോ ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു നാളെയും ഇനി ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നരൻ എടുത്തിടാതെ ഇരിക്കില്ല. കാരണം അത് കവർ ചെയ്യാതെ പോവില്ല. കാരണം എല്ലാവരും പെട്ടെന്ന് സോന നായർ എന്ന് പറയുന്ന ഒരു പാവം എപ്പോഴും കരഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ക്യാരക്ടറിലാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി. പിന്നെ ഇപ്പോഴും എനിക്ക് അതല്ല, ഇപ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നിലെ നടിക്ക് സങ്കടമാണ്. അതിനൊരു പൂർണ്ണത ഉണ്ടായിട്ടില്ല, തുടക്കവും ഉണ്ടായിട്ടില്ല, എൻഡും ഉണ്ടായിട്ടില്ല. ഈ തുടക്കവും എൻഡും ആണ് എന്താ പറയണ്ട, കുന്നുമേൽ ശാന്ത എന്താണെന്ന് അറിയുന്നത്. പക്ഷെ ഇപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു വെച്ചാല് വിഷമിക്കണ്ട, നമുക്ക് ചെയ്യാമല്ലോ പടങ്ങൾ. അതിനുശേഷം ഒരുപാട് സിനിമകളിൽ സാർ എന്നെ വിളിച്ചു, ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു മഹാനായ സംവിധായകൻ എനിക്ക് തന്ന ഒരു എന്താ പറയുക, നമ്മൾ സങ്കടപ്പെടല്ലേ എന്ന് നമ്മളോട് പറയുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന് ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി.